ഹായ് സുഹൃത്തുക്കളെ, യാത്രാ ബ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മരുതമലൈ മുരുകൻ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ NH-66 കൂടിയാണ് യാത്ര. ഡിണ്ടിഗൽ കോയമ്പത്തൂർ റോഡാണ് ഈ കാണുന്നത്. അങ്ങനെ വണ്ടിയായിട്ട് ഞങ്ങൾ പോയപ്പോൾ ഒരു പച്ചമുളക് വിളവെടുക്കുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി. പെരിയകോട്ട എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. തോന സ്ത്രീകൾ ഈ ലോറിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അവിടെ വണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ ഇന്നാണ് ഇതിൻ്റെ വിളവെടുപ്പ്, പച്ചമുളകിൻ്റെ. ഇതിപ്പോൾ ഒരു 5-10 ഏക്കർ തോട്ടമുണ്ട് പച്ചമുളക് മാത്രം. 7 മണി മുതൽ വൈകുന്നേരം 3:30 മണി വരെയാണ് ഇവർക്ക് ജോലിയുള്ളത്. അങ്ങനെ ഇവരോട് പല കാര്യങ്ങളും സംസാരിച്ച്, കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ പച്ചമുളകിൻ്റെ വില കിലോയ്ക്ക് 30 രൂപയാണ് ഇവിടുത്തെ വില ഇപ്പോൾ. ഇവർ തന്നെ എന്ത് ചെയ്യണം, ഒക്കെ പറിച്ച് ചാക്കിലാക്കി കെട്ടി വെച്ച് കൊടുക്കണം. പിന്നെ ലോറി വന്ന് എടുത്തു പോകും. 4 മണി വരെ പണിയുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഹൈവേ, ഇതൊരു മേൽപ്പാലാ. ഇത് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കോയമ്പത്തൂർ എത്താനായി. ഈ മുരുകൻ ക്ഷേത്രം കോയമ്പത്തൂർ തന്നെയാണ് സ്ഥിതി. കോയമ്പത്തൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം സമയം 9 മണിയായി. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇതൊക്കെ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സാണ്. കോയമ്പത്തൂർ മരുതമലൈ ബസ്സായി പോകുന്നത്. കണ്ടോ, ബസ് പാർക്കിംഗ് ഗ്രൗണ്ട് കണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് അന്വേഷിച്ച് പോവുക. എന്ത് മനോഹരമായ കാഴ്ചകളതൊക്കെ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തിൽ നിന്നും ഒരു 4000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കാർ പാർക്കിംഗ് ഏരിയയിൽ പോയി വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്, അതിന് ഇവിടുന്ന് എല്ലാ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യണം. അവിടേക്ക് ടൂ വീലർ മാത്രമാണ് പ്രവേശനമുള്ളൂ. പിന്നെ VIP കാറുകളും ഈ മലേൻ്റെ മുകളിലേക്ക്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്, ഇതാണ് നമ്മളെ കാറ്. ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കണം. അവിടുന്ന് എന്ത് ചെയ്യണം, അവരെ ബസ്സുണ്ട്. ആ ബസ്സിൽ ഈ അമ്പലത്തിലേക്ക് പോകണം. ഇതിലൂടെ നടന്നു പോവുക. ഈ കാണുന്ന മലേൻ്റെ പകുതി ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ബസ്സിന് പാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവുക. ഇരുവശങ്ങളിലും ഫുൾ കച്ചവടങ്ങളാണ്. കണ്ടില്ലേ, ഇപ്പം ഏകദേശം ഒരു 10 മണിയായ സമയം. അധികം ചൂടൊന്നുമില്ല, ഒരു തണുത്ത കാറ്റുണ്ട്. ഇവിടെ ചീപ്പ് റേറ്റാ, 10 രൂപയാണ് സാധനത്തിന്. അടിപൊളി ഒരു ആല് കണ്ടില്ലേ റൈറ്റ് സൈഡിൽ. ബസ് വെച്ചിട്ട് 1 കിലോമീറ്റർ നടക്കാണ്ട്. അങ്ങനെ ഈ ബസ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലത്തെത്തി. ഇവിടെയാണ് ഇവരെ ക്ഷേത്രത്തിൻ്റെ ബസ് ഇവിടുന്ന് പുറപ്പെടുന്നത്.
അങ്ങനെ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ ഇതാ ക്യൂ കോംപ്ലക്സ് ഉണ്ട്, ബസ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ ക്യൂ കൗണ്ടറിൽ കയറി. മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് നല്ല ഉഷാറും ക്യൂ കോംപ്ലക്സാണ്. നമുക്ക് പോകാനുള്ള ബസ് റെഡിയായി. അങ്ങനെ ഈ ദേവസ്ഥാനത്തിൻ്റെ ബസ് തന്നെയാണ്, 5 എണ്ണം ഉണ്ട്. ഇവിടെ 45-50 ആളാകുമ്പോഴത്തേക്ക് ബസ് പുറപ്പെടും. ഇവിടുന്ന് 5 കിലോമീറ്റർ വൺ സൈഡ്. അങ്ങനെ ബസ് പുറപ്പെട്ടു. ബസ്സിൻ്റെ അത് നല്ല പാട്ടൊക്കെ വെച്ച്, മുരുകൻ്റെ പാട്ട് വെച്ച്. ഇപ്പം തൈപ്പൂയാട്ടോ നടക്കുന്നത്, അതിനാൽ നല്ല തിരക്കാണ് അവിടെയൊക്കെ. ഈ ക്ഷേത്രം 12:30 മണിക്ക് അടയ്ക്കൂ, പിന്നെ 3 മണിക്കേ ദർശനമുള്ളൂ. ഇപ്പം സമയം ഒരു 10:45 സമയം. ഇരുവശങ്ങളിലേക്ക് നോക്കുമ്പോൾ നല്ല സ്റ്റൈലും സ്ഥലങ്ങളാണ്. ബസ്സിൻ്റെ അകത്ത് ഒരു മല കയറുകയാണല്ലോ. ബസ് റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ കയറി വന്ന ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എടുക്കുന്നുണ്ട്. വേറെ വാഹനങ്ങളോ, ഇവരെ ബസ്സല്ലാണ്ട് പുറത്ത് VIP കാറുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ 2 വീലർ പെർമിഷൻ ഉണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന പ്രശസ്തമായ ഒരു മലയോര ക്ഷേത്രമാണ് മരുതമലൈ മുരുകൻ ക്ഷേത്രം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ. കണ്ടോ, ഇവിടെ കുറച്ച് കാറുകളേ ഉള്ളൂ. തമിഴ്നാട് രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കണ്ട, അങ്ങനെ ബസ്സിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങി. മുരുകൻ്റെ 6 വാസസ്ഥലങ്ങളായി കരുതപ്പെടുന്ന ഏറ്റവും പ്രധാന മുരുകക്ഷേത്രമാണ് ഇത്. അതിനാൽ ഇത് മുരുകൻ്റെ 7ാമത്തെ ഭവനമായി കണക്കാക്കപ്പെടുന്നു. ഈ മുരുകൻ ക്ഷേത്രം കംപ്ലീറ്റ് ശരണമന്ത്രങ്ങൾ തന്നെയാണ് അവിടെ. മുരുക മുരുക എന്നുള്ള വിളി തന്നെയാണ് ഇവിടെ എല്ലാവരും. കണ്ടോ, മല കണ്ടില്ലേ? മലേൻ്റെ ഒരു പകുതി കയറിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പകുതിയൊന്നും ആയില്ല, ഭാഗമായിട്ടേ ഉള്ളൂ. അവിടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ട, നമ്മളെ ബസ് ഇതാ, അതിങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. അങ്ങനെ ഇവിടുന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്, 12:30 നട ക്ലോസ് ചെയ്യും, പിന്നെ 3 മണിക്ക് നട തുറക്കുന്നുള്ളൂ. അങ്ങനെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് പല പണികൾ നടക്കുന്നുണ്ട്. മിക്ക മുരുകൻ ക്ഷേത്രങ്ങളെയും പോലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോയമ്പത്തൂർ നഗരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് 12 കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുന്നിന്റെ കിഴക്ക് മുഖമായതിനാൽ മറ്റു മുരുകൻ ക്ഷേത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മുരുകൻ ക്ഷേത്രത്തിന് പല സവിശേഷതകളുമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ കാലെല്ലാം കഴുകി താഴ്ത്തുന്ന ഈ സ്റ്റെപ്പ് കയറുക. അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസിലെത്തി. ഇവിടെ
ഇവിടെ ഇടത്ത് ഭാഗത്ത് ഒരു പഞ്ചമുഖ ഗണപതി ക്ഷേത്രമുണ്ട്. ക്ഷേത്രം ഈ ആൽത്തറയിൽ. അമ്പലം നല്ല സ്റ്റൈലിന് അമ്പലം കണ്ടോ. ഇതാണ് പഞ്ചമുഖ ഗണപതി. ഇവിടെ ഒന്ന് വന്നിച്ചതിന് ശേഷമാണ് നമുക്ക് മുരുകനെ കാണാൻ പറ്റും. ഇവിടെ പൂജ നടക്കുകയാണ്. ഇനി ഏറി വന്ന ഒരു 20 മിനിറ്റും കൂടി ക്ഷേത്രം അടയ്ക്കാനുള്ളൂ. ഈ ശബരിമല കൊണ്ട് പറഞ്ഞോളം തന്നെ ഈ തൈപ്പൂയത്തിൽ ഇവിടെ ഭയങ്കര പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അങ്ങനെ പഞ്ചമുഖ ഗണപതിനെ വന്ദിച്ചതിന് ശേഷം ഞങ്ങൾ മെയിൻ മുരുകൻ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകും. പക്ഷേ ഇവിടെ ക്യാമറ നിരോധനമാണ്. അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് സുഖദർശനം കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങൾ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നട അടയ്ക്കുകയും ചെയ്തു. പിന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്, അന്നദാനം ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശർക്കര പായസം ഇവിടുത്തെ പുറത്തേക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതെല്ലാം വാങ്ങി കഴിച്ച് ഇനി ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി അകത്തേക്ക് പോവുക. ഈ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു ഹാളിലാണ് ചോറൊക്കെ കൊടുക്കുന്നത്. നടയടച്ചതിന് ശേഷമുള്ള ശീവേലിയ ഇപ്പം കാണാൻ പറ്റും. കണ്ടോ, ക്ഷേത്രം തന്നെ നല്ല സ്റ്റൈലാണ് നിൽക്കുന്നത്. നല്ല കാറ്റും അവിടെ. കണ്ട കൊത്തുപണികൾ കണ്ടില്ലേ. കണ്ടോ, ശിവേലി ടൈമാ. അപ്പോൾ ഭഗവാന്റെ പുറത്ത് എഴുന്നള്ള നമ്മൾ കാണുന്നത് മുരുകൻ്റെ. ഹരോഹര ഹരഹര ഹരോഹര എന്നുള്ള മുരുകൻ്റെ ആ ഭക്തിഗാനം മാത്രമേ ഇവിടെ കേൾക്കാനുള്ളൂ. നന്നായിട്ട് ആൾക്കാർ ഒരുമിച്ച് ചെല്ലുന്നുണ്ട്. ഈ മൈക്കിൽ കൂടെ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരും അത് അനൗൺസ് ചെയ്യുന്നുണ്ട്. മനസ്സിന് വളരെയേറെ സന്തോഷം ഉണ്ടാക്കുന്ന ടൈമാണ് ഇപ്പോൾ ഉള്ളത്. ശബരിമല സീസണിൽ ഭയങ്കര തിരക്കാന്നാണ് പറയുന്നത്. ഇത് 3 പ്രാവശ്യം ക്ഷേത്രത്തെ വലയം വെച്ച് അകത്തേക്ക് പോകും. അതോടുകൂടി നടയടയ്ക്കുകയും ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് താഴത്തോട്ട് ഡൈനിങ് ഹാളിലേക്ക് ഈ സ്റ്റെപ്പ് നേരെ ഇറങ്ങുക. എന്താ കാഴ്ച! കോയമ്പത്തൂർ ടൗണൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക്. ഈ താഴത്ത് കാണുന്നത് കോയമ്പത്തൂർ ടൗണാണ്. മലേൻ്റെ മുകളിൽ ആ വെള്ളം ഈ കാണുന്നത്. ഞങ്ങൾ സ്റ്റെപ്പ് നേരെ താഴത്തോട്ട് ഇറങ്ങി അവിടെ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക.